പുതിയ വ്യാപാര ആഴ്ചയിൽ അര ഡസനിലേറെ ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ കൈമാറുന്നത്. രാജു എഞ്ചിനീയേഴ്സ്, സകുമ എക്സ്പോർട്സ്, ഗുജറാത്ത് തെമിസ് ബയോസിൻ, ആർടെക് സോളോണിക്സ്, മാരുതി ഇൻഫ്രാസ്ട്രക്ചർ, ഡിജെ മീഡിയ പ്രിന്റ് ആൻഡ് ലോജിസ്റ്റിക്സ്, കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് തുടങ്ങിയ സ്മോൾ ക്യാപ് ഓഹരികളാണ് ഈ ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശം നോക്കാം. ഹൈലൈറ്റ്സ്: നിക്ഷേപകർക്ക് സൗജന്യ ഓഹരി നൽകുന്നു. ബോണസ് ഇഷ്യൂവുമായി 7 കമ്പനികൾ, 7 സ്മോൾ ക്യാപ് ഓഹരികൾ. 1. രാജു എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. രാജു എഞ്ചിനീയേഴ്സ് 1986 സംയോജിപ്പിച്ചു. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് മിസ്റ്റർ സിയൻ ദോഷിയും മിസ്റ്റർ ആർ.എൻ. ദോഷിയുമാണ്. രാജു എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഗുജറാത്തിൽ പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ മെഷീനറി നിർമ്മിക്കുന്നു. കമ്പനി മെഷീനുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ബ്ലോൺ ഫിലിം ലൈനുകൾ, ഷീറ്റ് ലൈനുകൾ, തെർമോഫോർമറുകൾ ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഗുജറാത്തിലാണ്. പ്രഡിക്ഷൻ: പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ മെഷീനുകൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് രാജു എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. 1:1 അനുപാതത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഓഹരികൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. ഇതനുസരിച്ച് കൈവശമുള്ള ഓരോ രാജു എഞ്ചിനീയേഴ്സ് ഓഹരിക്കും വീതം അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 8 ആണ്. അതേസമയം നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. 2. കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ്. കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ് 2011 സംയോജിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയിലെ വിവിധ സാമ്പത്തിക, കോർപ്പറേറ്റ് പ്രശ്നങ്ങളിൽ കൺസൾട്ടൻസിയും ഉപദേശക സേവനങ്ങളും നൽകുന്നു. പ്രൈവറ്റ് ഇക്വിറ്റി, ക്യാപിറ്റൽ മാർക്കറ്റ് ആക്സസ് തുടങ്ങിയ ഫണ്ട് മൊബിലൈസേഷൻ സേവനങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. സാമ്പത്തിക ഘടനയും ഇടപാടും, വിദേശ നിക്ഷേപം, M&A ഇടപാടുകൾ, ബിസിനസ് പുനഃസംഘടിപ്പിക്കൽ പദ്ധതി നിക്ഷേപം, തന്ത്രപരമായ നിക്ഷേപ ഉപദേശം എന്നിവ ഉൾപ്പെടുന്ന കോർപ്പറേറ്റ് ഉപദേശക സേവനങ്ങളും, സ്ഥാപനപരമായ ധനകാര്യം, നിയമവും നിയന്ത്രണവും, വിജ്ഞാനവർദ്ധന സേവനങ്ങളും അടങ്ങുന്ന തന്ത്രപരമായ സഖ്യ സേവനങ്ങളും ഇത് നൽകുന്നു. നിക്ഷേപ സേവനങ്ങളും ടെലികോം, ഫാർമ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, റീറ്റെയിൽ, ഷിപ്പിംഗ് എന്നിവയിൽ കൂടുതൽ സേവനങ്ങൾ കമ്പനി നൽകുന്നു. പ്രഡിക്ഷൻ: ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട അഡ്വൈസറി, കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ്. 2:1 അനുപാതത്തിൽ കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതുപ്രകാരം കൈവശമുള്ള ഓരോ കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് ഓഹരിക്കും 2 ബോണസ് ഓഹരികൾ വീതം നിക്ഷേപകർക്ക് സൗജന്യമായി ലഭിക്കുമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് 9 നിശ്ചയിച്ചിട്ടുള്ളത്. 3. ഡിജെ മീഡിയ പ്രിന്റ്. ഡിജെ മീഡിയ പ്രിന്റ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് അസാധാരണമായ നെറ്റ്വർക്ക്, ഗതാഗത പ്രവർത്തനങ്ങൾ എന്നിവയുള്ള ഇന്ത്യയിലും വിദേശത്തും സംയോജിത പ്രിന്റിംഗ്, ലോജിസ്റ്റിക്സ്, കൊറിയർ സൊല്യൂഷനുകൾ എന്നിവയുടെ മുൻനിര ദാതാവാണ്. ബൾക്ക് മെയിലിംഗ്, സ്പീഡ് പോസ്റ്റ്, റെക്കോർഡ്സ് മാനേജ്മെന്റ്, മാൻപവർ സപ്ലൈ, RTO മാനേജ്മെന്റ്, ബൾക്ക് സ്കാനിംഗ്, മൂവിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇത് നൽകുന്നു. പ്രഡിക്ഷൻ: പ്രിന്റിംഗ് പ്രവർത്തനങ്ങളിലും അനുബന്ധ ബിസിനസ് മേഖലയിലും പ്രവർത്തിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ഡിജെ മീഡിയ പ്രിന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. 2:1 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ ഡിജെ മീഡിയ പ്രിന്റ് ഓഹരിക്കും 2 ഓഹരികൾ വീതം സൗജന്യമായി ലഭിക്കുമെന്ന് ചുരുക്കം. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 9 ആകുന്നു. അതുപോലെ കഴിഞ്ഞ 3 വർഷവും തുടർച്ചയായി ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയാണിത്. 4. മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. 1994 മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് സ്ഥാപിതമായത്. അവർ നിലവിൽ നിർമ്മാണ, എസ്റ്റേറ്റ് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഹൌസിംഗ് പ്രോജക്റ്റുകളുടെയും അർബൻ ഇൻഫ്രാ പ്രോജക്റ്റുകളുടെയും ഒരു പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്.
നിരവധി വർഷങ്ങളായി വ്യവസായത്തിൽ മികച്ച സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനി വാണിജ്യ, പാർപ്പിട മേഖലകളിലെ നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി സമർത്ഥരായ തൊഴിൽ ശക്തിയും ഒരു വലിയ ഉപഭോക്തൃ അടിത്തറയുമായി പ്രവർത്തിക്കുന്നതാണ്. പ്രഡിക്ഷൻ. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളിലും ശ്രദ്ധയൂന്നിയിരിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. 1:2 അനുപാതത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനി പുറത്തിറക്കിയ അറിയിപ്പ്. ഇതുപ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള 2 മാരുതി ഇൻഫ്രാ ഓഹരികൾക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് 9 ആണ്. 5. സകുമ എക്സ്പോർട്സ് ലിമിറ്റഡ്. ആഭ്യന്തരമായും അന്താരാഷ്ട്ര വിപണിയിലും ചരക്കുകളുടെയും വ്യാപാരവും കയറ്റുമതിയും പ്രധാന ലക്ഷ്യത്തോടെ 1999 വർഷത്തിന്റെ അവസാനത്തിൽ ഒരു പങ്കാളിത്ത സ്ഥാപനമായി സകുമ എക്സ്പോർട്സ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സകുമ എക്സ്പോർട്ട് ലിമിറ്റഡ് പഞ്ചസാര, ഭക്ഷ്യ എണ്ണകൾ, എണ്ണവിത്തുകൾ, പേർവർഗ്ഗങ്ങൾ, പരുത്തി മുതലായവ പോലുള്ള ബൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങൽ, സംസ്കരിക്കൽ, വിപണനം, കയറ്റുമതി എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഭൗതിക ഉൽപ്പന്നങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നൂതന സാമ്പത്തിക ഘടനാപരമായ ഉൽപ്പന്നങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നു. പ്രഡിക്ഷൻ. പഞ്ചസാര, ഭക്ഷ്യ എണ്ണ പോലെയുള്ള അഗ്രികൾച്ചറൽ കമ്മോഡിറ്റികളുടെ വ്യാപാരത്തിലും വിപണനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് സകുമ എക്സ്പോർട്സ് ലിമിറ്റഡ്. 4:1 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ സകുമ എക്സ്പോർട്സ് ഓഹരിക്കും വീതം 4 ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 9 ആണ്. അതുപോലെ മുടക്കമില്ലാതെ ക്യാഷ് ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. 6. ആർടെക് സോളോണിക്സ് ലിമിറ്റഡ്. 1982 സംയോജിപ്പിച്ച ആർടെക് സോളോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ ആസ്ഥാനം മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ആർടെക് ഇലക്ട്രിക്കൽ ഉപകരണ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് പവർ ഇലക്ട്രോണിക്സ്, എനർജി മാനേജ്മെന്റ് സൊല്യൂഷനുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രഡിക്ഷൻ. വിവിധ ഇലക്ട്രിക്കൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന മൈക്രോ ക്യാപ് കമ്പനിയാണ് ആർടെക് സോളോണിക്സ് ലിമിറ്റഡ്. 1:2 അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള 2 ആർടെക് സോളോണിക്സ് ഓഹരികൾക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി നേടുന്നതായിരിക്കും. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് 9 നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി മുടക്കമില്ലാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയാണിത്. ഗുജറാത്ത് തെമിസ് ബയോസിൻ ലിമിറ്റഡ്. 1981 ഗുജറാത്ത് തെമിസ് ബയോസിൻ സംയോജിപ്പിച്ചു. അഴുകൽ പ്രക്രിയയിലൂടെ പൂർത്തിയായ സജീവ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ സജീവ ഫാർമസ്യൂട്ടിക്കൽ ഘടകമായ റിഫാംബിസിൻ, ലോവാസ്റ്റാറ്റിൻ എന്നിവയുടെ തയ്യാറെടുപ്പുകൾ ഉൾപ്പെടുന്നു. കമ്പനി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. പ്രഡിക്ഷൻ. മരുന്ന് നിർമ്മാണത്തിനുള്ള സജീവ രാസസംയുക്തങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗുജറാത്ത് തെമിസ് ബയോസിൻ ലിമിറ്റഡ്. 1:2 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള 2 ഗുജറാത്ത് തെമിസ് ബയോസിൻ ഓഹരിക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കും. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 9 ആകുന്നു. അതുപോലെ മുടക്കം വരുത്താതെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയുമാണിത്. കൺക്ലൂഷൻ. ഓഹരി ഉടമകൾക്ക് പ്രതിഫലം നൽകാനും വിപണിയിലെ സ്റ്റോക്കിന്റെ ദ്രവ്യത വർദ്ധിപ്പിക്കാനും കമ്പനികൾ സാധാരണയായി ബോണസ് ഇഷ്യൂകൾ ഉപയോഗിക്കുന്നു. പണമായി നൽകുന്ന ഡിവിഡൻഡ് എന്നതുപോലെ തന്നെ ബോണസ് ഷെയറും കമ്പനികളിൽ നിന്നും അതിന്റെ ഓഹരി ഉടമകളെ തേടിയെത്തുന്ന പാരിതോഷികങ്ങളാണ്. സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരികളായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. Thank you.